മത്സരബുദ്ധിയെ എടുത്തു കളയുക. ടേക്ക് ഓഫ് യുവർ റിബല്യസ് നേച്ചർ. നമ്മുടെ മത്സരബുദ്ധി എന്ന് ചിന്തിക്കുമ്പോൾ ഒരു നല്ല കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക, അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുക, ഓ എനിക്കതൊന്നും വേണ്ട എന്ന് നമ്മൾ തിരിച്ചു പറയും. അത് മത്സരബുദ്ധിയാണ്. എന്നാൽ ചിലർ കുറച്ച് കഴിയുമ്പോൾ അത് ചിന്തിക്കും. ഇപ്പോൾ വേദപുസ്തകത്തിലുണ്ട്, ഒരു അപ്പൻ 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മകനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇന്ന് നീ തോട്ടത്തിലേക്ക് പോകണം, ജോലി ചെയ്യണം. അതിനെന്നെ അപ്പം ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അവൻ പോയില്ല താനും. എന്നാൽ രണ്ടാമത്തവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അവൻ അനുദപിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് അപ്പൻ്റെ തോട്ടത്തിൽ പോയി ജോലി ചെയ്തു. അപ്പോൾ ആരാണിതിനകത്ത് നല്ലത്? ആദ്യത്തവൻ പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല, രണ്ടാമത്തൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. രണ്ടാമത്തൻ ആദ്യത്തിനെക്കാട്ടി മച്ച് ബെറ്ററാണ്. എന്നാൽ ഈ മത്സരബുദ്ധിയുള്ളവരുടെ സ്വഭാവം കേൾക്കുന്നുണ്ടേ ഞാൻ പോകത്തില്ല എന്ന് വിളിച്ചു പറയും. പോകത്തില്ല എന്ന് വിളിച്ചു പറയും. അത് അനുതാപമില്ല എങ്കിൽ അവിടെ അങ്ങ് നിന്നുപോകും. പക്ഷേ ഒരാൾക്ക് അനുതാപം വന്നതിനാൽ അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചുപോയി. അതാണ് ജീവിതത്തിൽ നമുക്ക് ആവശ്യം. നമ്മളെല്ലാം ഒരു കാര്യം കേട്ടാൽ ആദ്യം നമ്മുടെ റിയാക്ഷൻ ജഡീക റിയാക്ഷനാണ്. ഒരു രോഗം, അയ്യോ ഒരാൾക്ക് ആപത്ത് വന്നു, അയ്യോ. അല്ലാതെ സ്തോത്രമെന്നോ സ്തുതിപ്പെന്നോ നമ്മൾ പറയൂല. നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അവനത് വരണം. അത് ദീസ് ആർ ദ റിയാക്ഷൻസ് നമ്മൾ എടുക്കുന്നത് ആത്മീയ ഗോളത്തിലല്ല, ജഡീക ഗോളത്തിലാണ്. അതെല്ലാം മത്സരബുദ്ധിയാണ്. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത്, വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യാത്തത്, അപ്പനമ്മമാരെ സ്നേഹിക്കാതെ പരിധി വിട്ട് പ്രായം ചെന്നവരെ നോക്കാതിരിക്കുക, ഇതെല്ലാം മത്സരബുദ്ധിയുടെ ഒരു ഇഫക്റ്റാണ്. അപ്പോൾ ഈ മത്സരബുദ്ധി എന്ന് പറയുന്നത് ജന്മന ഉണ്ട്. നമ്മൾ ആദത്തെ തൊട്ട് തുടങ്ങിയതാണ്. ദൈവം ഏദൻ തോട്ടം മുഴുവനും പൂർണ്ണ സ്വാതന്ത്ര്യം ആദത്തിന് കൊടുത്തു. ആദം ഹവ്വായും വന്നപ്പോൾ സകലത്തിനെ അടക്കി ഭരിക്കാനായിട്ട് സങ്കീർത്തനം 8 വായിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിലുള്ള സകലത്തെയും അടക്കി വാഴുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാ? ലോകം മുഴുവനും അടക്കി വരാൻ. നമ്മളത് പിശാചിനെ വിറ്റ് കളഞ്ഞിട്ട് ഇന്ന് നമ്മൾ സ്ലേവിന് പിശാചിൻ്റെ അടിമത്വത്തിൽ. അത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ദൈവത്തിന് വിപരീതമായി കയീൻ ആബേലിനെ കൊന്നു. പിന്നെന്താ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാബേൽ ടവർ ഉണ്ടാക്കി. ദൈവം പറഞ്ഞു ഇവൻ്റെ ഭാഷ കലക്കിയില്ലെങ്കിൽ ഇവൻ മനുഷ്യൻ മൃഗത്തെക്കാട്ടി മോശമാകും. ദൈവം എവിടെ ഒരു റോങ് മോട്ടീവ് കാണുന്നു, അതായത് ശരിയല്ലാത്തത് കാണുന്നു, അവിടെ ദൈവം വന്ന് ശിക്ഷിക്കുക തന്നെ ചെയ്യും. കുറച്ച് നാൾ മിണ്ടാതിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കൈ വന്നിട്ട് ദുഷ്ടനെ നിഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇത്ര നാൾ ഭൂമി നിൽക്കത്തില്ലല്ലോ. നമ്മൾ എന്തിനാണ് മനുഷ്യന് ഈ മത്സരബുദ്ധിയോട് ഇത്രമാത്രം ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജഡശക്തിയാണത്. എപ്പോഴും ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുന്ന നിമിഷം തൊട്ട് നമ്മളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത്, അയ്യോ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സുഖമായിട്ട് ഉറങ്ങുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് തോന്നിയ വാസം ജീവിച്ചു. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്താ? നിരപ്പായത് ശരിയായില്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. പക്ഷേ ദൈവത്തോടുള്ള നിരപ്പ്, എങ്ങനെയാണ് ദൈവത്തോട് നിരപ്പ് വരുന്നത്? അനുതാപത്തിൻ്റെ ഹൃദയം വരണം. നമുക്ക് പാപബോധം, നീതിബോധം ഉണ്ടാകണം. ഈ പാപബോധവും നീതിബോധവും ഒക്കെ ദൈവമാണ് ഇട്ട് തരുന്നത്. ഈ പാപബോധവും നീതിബോധവും ദൈവം ഇട്ട് തന്ന യോഹന്നാന്റെ സുവിശേഷം 16 വാക്യമുണ്ട്, ദൈവമാണ് പാപബോധവും നീതിബോധവും ഇട്ട് തരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരാതെ ഇതൊന്നും ഒരു വിടുതലെടുത്തില്ല. നമ്മൾ ഈ കുറുക്ക് വഴിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വരാതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കർത്താവ് പോലും ശിഷ്യന്മാരോട് പറഞ്ഞു, ടാരി ഇൻ ജെറുസലേം അൻറ്റിൽ യു റിസീവ് പവർ ഫ്രം എബവ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ എൻ്റെ സുവിശേഷം കൊണ്ട് ജീവിക്കണമെങ്കിൽ, അത് ആത്മീക തലമാണ്, ജീവിക്കണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദ പവർ ഫ്രം എബവ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കണം. അതില്ല എങ്കിൽ വളരെ എളുപ്പമാണ്, ചോദിച്ചാൽ മതി, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പലരും ചോദ്യം ചെയ്യും, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കുക, പരിശുദ്ധാത്മാവെന്നൊരു ദൈവം ഉണ്ടെങ്കിൽ. അങ്ങനെ ചോദിച്ചാൽ പോലും ദൈവം ഇറങ്ങി വരും. കാരണം ദൈവത്തിന് തൻ്റെ മക്കളെ ആക്കാൻ ദൈവത്തിന് നമ്മളെക്കാട്ട് കൂടുതൽ ആഗ്രഹം. 16:8 ഇങ്ങനെയാണ് വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരും. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരു പാപമേ ഉള്ളൂ. മറ്റേതെല്ലാം അതിൻ്റെ റിപ്പർക്കഷൻസാണ്. നമ്മൾ ദൈവം ഇല്ലെങ്കിൽ നമ്മളെല്ലാം കാണിച്ചു വെക്കും. കൊല്ലാൻ പഠിക്കത്തില്ല,
പിന്നെ വ്യഭിചാരം ചെയ്യാൻ മടിക്കത്തില്ല, മറ്റുള്ളവരെയൊക്കെ വേദന വരുത്താൻ മടിക്കത്തില്ല, ശത്രുവിൻ്റെ സാധനങ്ങളെല്ലാം നശിപ്പിക്കാൻ നോക്കി. ഇതെല്ലാം ആ റിബല്യസ് നേച്ചറിനകത്ത് വരുന്നു. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ പാപത്തെക്കുറിച്ച്, പാപം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നീ സ്വീകരിക്കാത്ത, ക്രിസ്തുവിനെ സ്വീകരിച്ചുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. യഥാർത്ഥത്തിൽ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് രൂപാന്തരം വരുന്നത്. പാപത്തെക്കുറിച്ച് എന്ത് എന്നിൽ വിശ്വസിക്കാറുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കും. ഇത് റൈറ്റ്യസ്നെസ്സാണ്. നീതി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മധ്യസ്ഥനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൊടക്കീഴ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ നീതി കിട്ടുകയാണ്. അത് റൈറ്റ്യസ്നെസ് ഇമ്പ്യൂട്ടഡ് എന്നാണ് പറയുന്നത്. ഇമ്പ്യൂട്ടഡ് നമ്മൾ ലീഗലി പറയുകയാണെങ്കിൽ നിയമപരമായിട്ട് ഒരാൾക്ക് ഇല്ലാത്തതിന് ഇട്ടുകൊടുക്കുകയാണ്. അത് നമ്മൾ ലീഗൽ ടേംസ് വെച്ച് നോക്കുമ്പം ആ വ്യക്തിക്ക് അത് ഡിസേർവ് ചെയ്യത്തില്ല, പക്ഷെ വേറൊരാൾ അപ്പോൾ അത് കൊടുക്കും. മൂന്നാമത്തേത് പറയുന്നത് ശിക്ഷാവിധിയെക്കുറിച്ച്. ശിക്ഷാവിധി എന്തുവാ? ലോകത്തിൻ്റെ പ്രഭുവാകുന്ന പിശാചിനെ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ന്യായവിധി. അപ്പോൾ ഇത് മൂന്നും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളിൽ ഒന്നാമത് ദൈവത്തോട് അടുക്കണം, പാപബോധം വരണം. ഈ പാപബോധം വരിക എന്ന് പറയുമ്പം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രൻ തിരിച്ചു വരുന്നൊരു ഭാഗമുണ്ട്. അത് നമുക്ക് നോക്കുന്നതിന് മുമ്പേ എങ്ങനെയുള്ള നോയമ്പാണ് എനിക്കിഷ്ടം വന്ന ദൈവം. നമ്മൾ ഈ നോമ്പ് കാലങ്ങളും അല്ലാതെ നമുക്ക് ചർച്ചകളിലൊക്കെ ഇഷ്ടം പോലെ നോയമ്പുണ്ട്. സഭകളിൽ അവർ ദിവസങ്ങൾ വെച്ച് നോയമ്പ് കൂടും. അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. പർപ്പസ് എന്ന് പറഞ്ഞാൽ യെശയ്യാ 58 പറയുന്നുണ്ട് എങ്ങനെയുള്ള ഉപവാസമാണ് എനിക്കിഷ്ടം, എങ്ങനെയുള്ള ഉപവാസം എനിക്കിഷ്ടം. അതർത്ഥം പറയുന്നത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, എനിക്കിഷ്ടമുള്ള ഉപവാസം എന്താണെന്ന് വ്യക്തമായിട്ടും 58 എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ 58 അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എല്ലാ നുഖവും, അതായത് നമുക്ക് 100 നടക്കാൻ വയ്യ. നമ്മുടെ മക്കൾക്ക് ഈ പാപഭാരം പോലെ തന്നെ ഒരു വലിയ ഭാരമാണ് പണസംബന്ധമായ ഭാരം. പണമില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനും മാനിക്കത്തില്ല, ഭാര്യയും ഭർത്താവിനും പണമില്ലെങ്കിൽ മക്കൾക്ക് പ്രശ്നമാണ്, മറ്റുള്ളൊരു സമൂഹത്തിൽ വിലയില്ല. ഇതൊക്കെ ഇത് ഭാരങ്ങളാണ്. പാപഭാരവും പണത്തിൻ്റെ ഭാരവും ഇത് വല്ലാതെ നമ്മളെ അലട്ടുന്നതാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ കൊണ്ടുവന്ന്, അവൻ സമ്പന്നനായ ദൈവമാണ്, എൻ്റെ മക്കളെ സമ്പന്നരായിട്ട് നടത്തും, തക്ക സമയത്ത് സ്വർഗം തുറന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഈ മുടിയനായ പുത്രൻ്റെ 58 ദൈവം പറഞ്ഞ് എങ്ങനെയുള്ള ഉപവാസം, യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്ഷയിലേക്കുള്ള തിരിച്ചുവരവാണ്. കർത്താവെല്ലാം ചെയ്ത് തീർത്തല്ലോ. ഇറ്റ്സ് ഇസ് ഫിനിഷ്ഡ്, ഐ ഫിനിഷ് ദ ജോബ്. അപ്പോൾ നമ്മൾ ഒരമ്മ പറയാണ് ലഞ്ച് ഈസ് റെഡി, ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ മക്കൾ വരുമ്പോൾ അവർ അടുക്കളയിൽ ഓടിച്ചെന്ന് കലവും ചട്ടി എടുത്തിട്ട് കഞ്ഞിയും കറിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് റെസ്പെക്റ്റിംഗ് യുവർ മദർ. അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക. അതല്ലേ ദൈവം ചെയ്തിരിക്കുന്നത്. കർത്താവ് ഹാസ് റിയലി ഗിവൺ അസ്, റിഡീംഡ് അസ്. നമുക്ക് വേണ്ടി അവൻ ക്രൂശ് മരണം ഏറ്റെടുത്തു. തൻ്റെ രക്തം പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് യാഗവസ്തുവായി, നമുക്ക് നമ്മളെ വാങ്ങിച്ചതിൻ്റെ റിഡംറ്റീവ് വാല്യൂ ആയിട്ട് കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊടുത്താണ് നമ്മളെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രക്തത്തിൻ്റെ വിലയുടെ മുമ്പിലാണ് നമ്മുടെ പ്രശംസ ഇരിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലല്ലോ. അപ്പം ദൈവത്തിന് പറയുന്നത് യേശുവിൻ്റെ രക്ഷയിലേക്കോട്ടുള്ള തിരിച്ചുവരവാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവെന്ന ദാനം നൽകാനാണ് ദൈവം വന്നിരിക്കുന്നത്. വചനം അനുതാപത്തിലേക്ക് നയിക്കണം, സ്വയബോധമുണ്ടാകണം. അപ്പം നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ തന്നെത്താനെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല എന്നും പലപ്പോഴും കർത്താവ് വളരെ ഖണ്ഡിതമായിട്ട് ചിലരോട് പറയും, നീ ഒന്നുമല്ല എന്ന് ചിലർ പറയും. അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ അറിഞ്ഞോ അറിയാതെയോ ജഡം നിൽക്കുകയാണ് എന്ന് ചിലരോട് പറയേണ്ട ആവശ്യം. ചിലരോട് ഞാൻ പറയും, നീ എൻ്റെ മകനാണ്. കാരണം ആ ലെവൽ അവർക്ക് അവരെ തന്നെ മരിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അവരോട് നീ ഒന്നുമില്ല എന്ന് പറയണം. പിന്നെ മുഴുവനും ദൈവമാണെന്ന് നമ്മളെ കൊണ്ട് പറഞ്ഞു. നമ്മൾ വി ഹാവ് ഗോഡ് ഇൻ എസ്, ബി ഓഫ് ഗുഡ് കറേജ്. ജോഷുവയോട് പറഞ്ഞാൽ ബി ഓഫ് ഗുഡ് കറേജ്, ഐ വിൽ നെവർ ലീവ് യു. ജോഷുവയോട് പറഞ്ഞിട്ടുണ്ട്, മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ഉറ്റ ബന്ധം വരണം. അപ്പോൾ നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ ഉൾക്കൊള്ളാതിരിക്കുന്നതിൻ്റെ ഒറ്റ റീസൺ നമ്മുടെ റിബല്യസ് അല്ലെങ്കിൽ മത്സരബുദ്ധിയാണ്. ആദത്തിനും അവ്വായിക്കും ദൈവം മുഴുവനും ഏൽപ്പിച്ചതല്ലേ മത്സരബുദ്ധി.
അതെവിടുന്ന് വന്നു? ലൂസിഫറിൽ നിന്ന്. ലൂസിഫർ എന്തുവാ പറഞ്ഞു? ഞാൻ ദൈവത്തെ പോലെ ഉത്തരഗിരിയിൽ ഞാൻ കയറിയിരിക്കും, ദൈവത്തെ പോലെയാകും, ഞാൻ ഉത്തരഗിരിയിൽ വീട് വെക്കും എന്നൊക്കെ ചിന്തിക്കുക. ഇത് ആ മത്സരബുദ്ധി അവിടെ തുടങ്ങിയതാണ്. അത് നമ്മളിലേക്ക് പാസ് ഓൺ ചെയ്യുക. പക്ഷേ വി ഷുഡ് നോട്ട് ഡു ദാറ്റ്, വി ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. എന്നേക്കുമായിട്ട് നമ്മൾ പറയാം, കർത്താവേ, ആ ദുഷ്ടശക്തിക്ക് നമ്മുടെ മേലും നമ്മുടെ തലമുറ മേലും അവകാശമില്ല. അങ്ങനെ പറയാം. നമുക്ക് പറയുമ്പോൾ അതിന് പിശാചിന് പേടി വരണം. ഇനി ചില അപ്പന്മാരത്തില്ല, ഈ വീട്ടിൽ വെക്കത്തില്ല എന്ന് പറയുന്നിടത്ത് എത്ര പ്രശ്നമുള്ളതാണെങ്കിലും ആ മക്കൾ മര്യാദയ്ക്കിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പന്മാരെവിടെ അധികാരത്തോടെ സംസാരിക്കുന്ന ഭവനുണ്ട്, അവിടെ കെട്ടുറപ്പുണ്ട്. അമ്മമാർ എത്ര കിടന്ന് കളിച്ചാലും അവിടെ ഉറപ്പ് വരത്തില്ല. ബിക്കോസ് ഗോഡ് ഹാസ് ഓർഡൈൻഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരാഗ്രഹമാണ് പുരുഷന്മാർ പുരുഷത്വം കാണിക്കുക, സ്ത്രീകൾ അല്ലെങ്കിൽ ദെബോറയുടെ കൂട്ട് നിൽക്കുന്നത് ദൈവത്തിന് ഒരു സംഗതി സ്വീകരിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ജനറൽ റൂൾ. പക്ഷേ പുരുഷന്മാർ പുരുഷത്വം കാണിക്കാതിരുന്ന എന്ത് ചെയ്യും? അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അനുതാപം ആ കാര്യത്തിലാണ് വേണ്ടത്. ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഏറ്റെടുത്ത് വീടിൻ്റെ അധികാരിയായിട്ട് ഓർഡർ കൊടുക്കാനുള്ള ശക്തി പുരുഷന്മാർക്കുണ്ടാകണം. അപ്പോൾ എല്ലാം ഓർഡറാകും. കർത്താവിന് മുന്തിരിത്തോപ്പിൻ്റെ സൂക്ഷിപ്പുകാരനാന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അതൊന്നും ഇല്ല. എവിടേക്കോ വഴിതെറ്റിപ്പോയിരിക്കും നമ്മളെ യേശു തിരിച്ചു കൊണ്ടുവരുന്നത്. നമുക്ക് നന്ദി പറയാം. ബാക്കി അടുത്ത ദിവസം പറയാം. അതാ നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഈ റിബല്യസ് നേച്ചർ, മത്സര ബുദ്ധി, അയ്യോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പച്ച, വയറ്റിച്ച് തുടങ്ങി. ഞങ്ങൾ എത്ര വിചാരിച്ചിട്ട് ഇത് അഴിഞ്ഞു പോകുന്നില്ല. എന്നാൽ നിൻ്റെ ക്രൂശു മരണത്തോടുകൂടി കർത്താവ് തന്നെത്താനെ താഴ്ത്തി, ക്രൂശു മരണത്തോളം താഴ്ത്തിയെന്ന് തന്നെത്താനെ അകൃത്യയാഗമായിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ റോമർക്ക് എഴുതിയ 12 പറയുന്നു, നമ്മളെ തന്നെ ദൈവത്തിന് ജീവനും പ്രസാദവുമുള്ള, ദൈവത്തിന് പ്രസാദവും ജീവനും പ്രസാദവുമുള്ള യാഗവസ്തുവായിട്ട് കൊടുക്കണമെന്ന്. അല്ലാതെ ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ എത്രമാത്രം ശക്തമായിട്ടാണ് ഞങ്ങളിൽ ഈ ജഡം കിടന്ന് ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ജഡത്തിനെ ഞങ്ങൾ എന്നേക്കുമായിട്ട് അഴിച്ചു മാറ്റാൻ തക്കവണ്ണം ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന വചനം കൊണ്ടും ഭക്ഷണം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. അതാ നിൻ്റെ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ ആത്മാവ് വളരത്തില്ല. പലരുടെയും ആത്മാവ് വരണ്ട നിലത്ത് കിടന്ന് വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന അവസ്ഥയിലാണ്. ആത്മാവിൻ്റെ പ്രചോദനമുള്ള വചനങ്ങൾ കടന്നു വന്നിട്ട് ഭക്ഷണം വചനത്തിൽ കൂടെ വരേണ്ടത്. അപ്പച്ച അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു കർത്താവ് 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പം പിശാച് വന്ന് കല്ലിനെ അപ്പമാക്കി തീർക്കാൻ വിശന്നുകൊണ്ടിരിക്കുന്ന യേശുവിനോട് കർത്താവ് തിരിച്ചു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്. വചനമാണ് അപ്പം യഥാർത്ഥ ഭക്ഷണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അത് മറന്ന് ഞങ്ങൾ ജഡത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജനതയാക്കി മാറ്റുമ്പോൾ കുറേ പേരെങ്കിലും അപ്പച്ചൻ മാറ്റി നിർത്തണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നണമേ. കുടുംബമായിട്ട് നിൻ്റെ അടുക്കൽ വരട്ടെ. ജോഷുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുന്ന ഒരു ഉന്നത പദവിയിലേക്ക് ഞങ്ങളെ ആക്കിയെടുക്കണേ. ഇത് ആത്മാവിൻ്റെ തീ കത്താതെ ഒന്നും സംഭവിക്കത്തില്ല. അത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രിയ ചെയ്യുന്ന ദൈവത്തിനും അപ്പച്ചൻ ജയമെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് രക്ഷയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതും അനുതാപം എന്ന് പറയുന്നത് ക്രിസ്തു ചെയ്തെടുത്ത രക്ഷ വാങ്ങിച്ചെടുക്കാനുള്ള സുബോധം തിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കിച്ചു തന്നു. താവേ പരിശുദ്ധാത്മാവ് വരാതൊന്നും സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് കിട്ടിത്തരണമേ. ആത്മാവിനെ കൊണ്ട് നിറച്ചാട്ടെ പച്ച. സത്യത്തിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളുടെ തലമുറകൾക്ക് അത് ദാനമായിട്ട് കൊടുക്കണമേ. അത് സ്വീകരിക്കാനും അതിൽ ജീവിക്കാനുള്ള കൃപ ഇട്ട് കൊടുത്താട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.